ശ്രീ പി അനിൽകുമാർ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പരമാവധി എതിർക്കുന്നു, ആക്ഷേപം ഉന്നയിക്കുന്നു എന്ന് തന്നെയാണ്. ഇതേ ഞാൻ തന്നെയാണ് നേരത്തെ ഒരു ചോദ്യം ദീപാനിലോട് ചോദിച്ചത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മദ്യം വരുന്നു, അവിടെ GST കിട്ടുന്നു, അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് ഈ ഒരു അവസ്ഥ വേണ്ടേ എന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിച്ചതാണ്. അതോടൊപ്പം തന്നെ ചോദിക്കുന്ന മറ്റൊരു വിഷയമാണ്, നിരവധി കർഷകരുള്ള വ്യവസായങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും പാലക്കാട് കർഷകരും ഒട്ടനവധിയുണ്ട്, കൃഷിയും ഒട്ടനവധിയുണ്ട്. അപ്പോൾ അവർക്ക് ഉതകുന്ന രീതിയിൽ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു റോ മെറ്റീരിയൽ ഞാൻ മനസ്സിലാക്കുന്നത് നുറുങ്ങരിയാണ്, ബ്രോക്കൺ റൈസ് എന്ന് പറയുന്നത്. അതൊക്കെ തന്നെ ഡിസ്റ്റിലറികൾക്ക് ആവശ്യമായി വരുന്ന ഒന്ന് തന്നെയാണ്. അത് ഈ കർഷകരിൽ നിന്ന് തന്നെ വാങ്ങുമ്പോൾ അവർക്കും അതൊരു മെച്ചമായി മാറില്ലേ ഒരു സാഹചര്യത്തിൽ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജലചൂഷണം. അപ്പൊ നമ്മൾ തിയററ്റിക്കലി ഇവർക്ക് നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്ന് ഇതിനു മുമ്പുള്ള എല്ലാ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊക്കോകോളയുടെ തീരുമാനം എന്തായിരുന്നു, നിലവിൽ പെപ്സി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതേ ഒയാസിസ് പഞ്ചാബിൽ എന്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സ്വകാര്യ കമ്പനി, പ്രത്യേകിച്ച് ഒരു സ്വകാര്യ കമ്പനി ജനങ്ങൾക്ക് നൽകുന്ന പല ഉറപ്പുകളും ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നമ്മളുടെ പൊതു സംവിധാനം, അത് കേരള സർക്കാരിന്റെ മാത്രം പ്രശ്നമല്ല, പരാജയപ്പെടുമെന്നിരിക്കെ ഇത്തരം ജലത്തിന്റെ ലഭ്യത നിരന്തരമായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജലത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വ്യവസായങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് പാലക്കാട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒന്ന്. രണ്ട്, നോക്കൂ, കേരളത്തിൽ ആവശ്യമായ വിഭവങ്ങളെല്ലാം കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടണം. ആരാണിതിന്? കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങളിൽ മദ്യത്തിന് എത്രാമത്തെ സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്? ഇനിയും കേരളത്തിന് ആവശ്യമായ എഥനോൾ, നാച്ചുറൽ സ്പിരിറ്റ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് വഴി മദ്യത്തിന്റെ വിലയല്ലല്ലോ നാട്ടുകാരുടെ പ്രശ്നം, അതിന് മുകളിൽ നികുതിയല്ലേ. അപ്പൊ നമ്മൾ മദ്യത്തെ മുൻനിർത്തി വ്യവസായങ്ങൾ വരട്ടെ, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു നിലപാട് യഥാർത്ഥത്തിൽ ശരിയായ ഒരു വികസന സമീപനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ദേശീയമായി അവരൊരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. മറ്റൊന്ന് കേരളത്തിലെ നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആവശ്യമായ പറഞ്ഞോളൂ. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. താങ്കള് ജലചൂഷണം ഇല്ല ബോധ്യപ്പെട്ട ഇതുവരെ അങ്ങനെ ചരിത്രം ഇല്ലല്ലോ. അതെ, ഇങ്ങനെയുള്ള ചരിത്രം ഇല്ലല്ലോ. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ പല നടക്കില്ല, ഒക്കത്തില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞ പദ്ധതികളെല്ലാം നടപ്പിലായി ഇപ്പൊ നടപ്പിലായി കഴിഞ്ഞപ്പോ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതായിക്കോട്ടെ. എന്തുകൊണ്ടാണ് പെപ്സിക്കെതിരെ സമരം ചെയ്യേണ്ടി വന്നത്? നിയമലംഘനങ്ങളാണ് എപ്പോഴും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ. അല്ല, നിങ്ങളെ എങ്ങനെയാ ഇത് ബോധ്യപ്പെടുത്തുക? തുടങ്ങിയിട്ടല്ലേ ബോധ്യപ്പെടുത്താൻ പറ്റൂ. അത് വരുന്നതിന് മുമ്പേ നിങ്ങൾ തന്നെ നിലപാട് സ്വീകരിച്ച് അത് ഇന്നതിനാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നാട്ടിലെ വ്യവസായങ്ങൾ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നത് ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും ചേർന്നതല്ല. ജലം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് സമ്മതിച്ചല്ലോ. പ്രായോഗികമായി നടപ്പാക്കാൻ ജലചൂഷണം അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല, പാലക്കാട് പ്രത്യേകിച്ച് അങ്ങനെ നമ്മുടെ അനുഭവത്താണ്. ബഹുമാനപ്പെട്ട MLA, നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ മാത്രം ചർച്ച ഒതുങ്ങിപ്പോകരുത്. ജലചൂഷണം ഒരു വിഷയമാണ്. കേരളത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കണം, കൂടുതൽ വ്യവസായങ്ങൾ വരണം, കൂടുതൽ തൊഴിൽ സാധ്യതകൾ വേണം. അതിന് ഡിസ്റ്റിലറി വന്നാൽ, കേരളത്തിൽ ആവശ്യമായ നാച്ചുറൽ സ്പിരിറ്റ് ഇവിടെ ഉത്പാദിപ്പിച്ചാൽ മദ്യത്തിന്റെ വില കുറയും, വരുമാനം കൂടുമെന്ന് പറയുന്നത് എത്രയോ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മറ്റ് മേഖലകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കാര്യത്തിൽ സർക്കാർ പലപ്പോഴും പരാജയപ്പെടുകയാണല്ലോ. നെല്ലുൽപാദനം നിരന്തരമായി പ്രതിസന്ധി നേരിടുന്ന നമ്മുടെ നാട്ടിൽ നെല്ലിൽ നിന്ന്, അരിയിൽ നിന്ന് മദ്യം ഉത്പാദിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അധികമായ നെല്ലുൽപാദനവും കേരളത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതുകൊണ്ട് ഇത് പലപ്പോഴും ഞാൻ അഴിമതി എന്ന വിഷയത്തിൽ ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നില്ല. കാര്യം അത് പലപ്പോഴും ഭരണപ്രതിപക്ഷ താല്പര്യങ്ങളനുസരിച്ച് ഉയർന്നു വരുന്നത്. പക്ഷെ ഇത് ദുരൂഹമാണ്. ഇത് പാലക്കാടിനൊട്ടും യോജിച്ചതല്ല. നമുക്ക് ചിന്തിക്കേണ്ടത് പുതിയ വ്യവസായങ്ങളും മറ്റു പരീക്ഷണങ്ങളും അതായിരിക്കണം. അവസാനിപ്പിക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായിരുന്നാലും അനാവശ്യ ദുരൂഹതകളൊക്കെ തന്നെ നീങ്ങേണ്ട